ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1558 ദിവസമായി ഇന്ന് 2025 ആഗസ്റ്റ് മാസം 20 ബുധനാഴ്ച. 1201 ആണ്ട് ചിങ്ങമാസം 4 ഗുരുവചനങ്ങളിലൂടെ രോഗമില്ലാത്ത ശിശുക്കളുടെ ജനനത്തിനു വേണ്ടി പുരുഷൻ്റെ ആരോഗ്യത്തെ പരിശോധിക്കേണ്ടതാകുന്നു. ഭാര്യയുടെ അച്ഛനും അമ്മയും പുതിയ ഭാര്യാഭർത്താക്കന്മാർക്ക് ഗൃഹസ്ഥാശ്രമധർമ്മത്തെ ഉപദേശിച്ചു കൊടുക്കേണ്ടതാകുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജ ഗുരു എഴുതിയ ഗുരുവരൽ എന്ന പുസ്തകത്തിൽ ചെണ്ടമേളവും നിഗൂഢ വചസ്സും എന്ന് വിവരിക്കുന്നതിൻ്റെ 4ാം ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നീരൊഴുക്ക് രണ്ടായി പിരിയുന്നിടത്ത് നിൽക്കുന്ന വടവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കുറേ പേർ കൂടിയിട്ടുണ്ട്. ഗുരു ഇരിക്കുന്നിടത്ത് നിന്ന് 1 മൈലോളം അകലെയാണത്. അവർ ഒരു ചെണ്ടമേളം തുടങ്ങിയിരിക്കുന്നു. പിതൃക്കളെ പ്രസാദിപ്പിക്കാനാണെന്ന് സ്പഷ്ടം. അവിടെ പുഴയിൽ തന്നെ അസാധാരണ വലിപ്പമുള്ളൊരു ഉരുളൻ കല്ലിരിപ്പുണ്ട്. അധിക ഭാഗവും മണലിൽ മറഞ്ഞു കിടക്കുന്ന ഈ കല്ല് വേനലോടുകൂടി പുഴയിലെ വെള്ളം താഴുമ്പോഴേ വെളിയിൽ കാണാറുള്ളൂ. ഒരുപക്ഷെ പുരാതന കാലത്തെ ഏതോ ഒരു യോഗീവര്യൻ അന്ത്യവിശ്രമം കൊള്ളുന്നതിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഒറ്റക്കല്ലായിരിക്കാം അത്. ഇമാതിരി പല കല്ലുകളും പുരാവസ്തു ഗവേഷകന്മാർ തെക്കേ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചെണ്ടമേളം ഒരു പരിഷ്കൃത കലയല്ല, അത് വളരെ പുരാതനമാണ്. ഒരേ താളക്രമത്തിലുള്ള ആ ചെണ്ടകൊട്ട് ഒരിക്കലും തീരുകയില്ലെന്ന് തോന്നും വണ്ണം രാത്രിയുടെ അന്ത്യയാമങ്ങളിലേക്ക് നീണ്ടുപോകുന്നു. അതേസമയം അന്തരീക്ഷമാകെ പൗരാണിക സ്മരണകളെ ഉണർത്തിവിടുന്നൊരു മൂകത തളം കെട്ടി നിൽക്കുന്നു. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.